സോഷ്യൽ മീഡിയയിൽ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇപ്പം പ്രായമായവരുൾപ്പെടെ പെട്ടെന്ന് പോയി ജിം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ശരിയായ പ്രവണതയാണോ? നമ്മൾ ശരിക്കും ജിം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ട്. അതാണ് കൂപ്പർ ടെസ്റ്റ്. കൂപ്പർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്ന് വെച്ചാൽ 12 മിനിറ്റിൽ നമുക്ക് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റും. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലാണെങ്കിലും അല്ലെങ്കിൽ ട്രെഡ്മില്ലാണെങ്കിലും റൺ ചെയ്തിട്ടായാലും വാക്ക് ചെയ്തിട്ടായാലും 12 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. 12 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ദൂരം 2000-2500 റേഞ്ചിലാണെങ്കിൽ അത് നിങ്ങൾ ഹെൽത്തിയാണ്, ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് ഹെൽത്തിയാണ്. പക്ഷേ 800 മീറ്ററിന് താഴെ മാത്രമേ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ഫിസിഷ്യനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് VO2 max എന്നൊരു കൺസെപ്റ്റിലൂടെയാണ്. VO2 max കൂടുതലുള്ള ആളുകൾ, സിമ്പിളായി പറയുകയാണെങ്കിൽ അവർക്ക് വലിയ വാഹനങ്ങളിലെ എഞ്ചിൻ പോലെ അവർക്ക് കുറച്ചുകൂടി എൻഡുറൻസ് ഉണ്ടാവും. VO2 max കുറഞ്ഞ ആളുകളാണെങ്കിലോ അവർക്ക് കാർഡിയാക് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. VO2 max കുറഞ്ഞ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെറിയ രീതിയിലുള്ള എയറോബിക് ട്രെയിനിങ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളെ വലിയ വർക്കൗട്ടിലേക്കും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലേക്കും പോകാൻ പാടുള്ളൂ.